നേപ്പാളിലെ കലാപം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ പ്രധാനമായും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കലാപം തുടങ്ങിയത് ജെൻ സി എന്നറിയപ്പെടുന്ന യുവതലമുറയിൽപ്പെട്ട ടീനേജ് കുട്ടികളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ആപ്പുകളും നിരോധിച്ചതാണ്. എന്നാൽ ഈ ജെൻ സി കുട്ടികൾക്ക് എവിടെ നിന്നാണ് ആയുധം ലഭിച്ചത് എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുകയാണ്. ഈ പ്രതിഷേധക്കാരുടെ കയ്യിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർക്കിടയിൽ മറ്റാരെങ്കിലും നുഴഞ്ഞു കയറിയതായി നമ്മൾ വിലയിരുത്തേണ്ടി വരും. അങ്ങനെയാണോ സംഭവിച്ചത്? എന്താണ് ഈ കലാപത്തിൻ്റെ ഉറവിടം? എങ്ങോട്ടാണ് ഈ കലാപം പോയത്? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? അതായത് ഇത് തുടങ്ങിയ ആവശ്യമെല്ലാം തന്നെ അടങ്ങിയ ശേഷവും അഴിമതി വിരുദ്ധ ഒരു പ്രതിഷേധമായി ഇത് മാറി. എന്നിട്ടും കലാപം ഇപ്പോൾ നീണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 2 ദിവസമായിട്ട് ഈ സ്ഥിതി തന്നെയാണ് അവിടെ തുടരുന്നത്. തിങ്കളാഴ്ച തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയായിരുന്നു. എന്നാൽ വെറും 24 മണിക്കൂറിനുള്ളിലാണ് ഈ സ്ഥിതിഗതികൾ അക്രമാസക്തമാകാൻ തുടങ്ങിയത്. ഇവർക്കിടയിൽ മറ്റാരൊക്കെയോ കയറിക്കൂടി എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് പോലീസും മനസ്സിലാക്കുന്നത്. ചൊവ്വാഴ്ച പ്രതിഷേധക്കാർ ആയുധങ്ങളുമായി അക്രമാസക്തമായി രംഗത്തെത്തുകയായിരുന്നു. ഇത് പോലീസിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ഈ കൊച്ചുകുട്ടികൾക്ക് എവിടെയാണ് ആയുധം ലഭിച്ചത് എന്നുള്ളതാണ് ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ആയുധധാരികളായിട്ടുള്ള അജ്ഞാതരായിട്ടുള്ള ആളുകൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സർക്കാരിനെതിരെ ആക്രമണത്തിൻ്റെ പാത സ്വീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെയുള്ള മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെല്ലാം ഇവർ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതൊക്കെ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട വാർത്തകളാണ്. നേപ്പാളിലെ കുഴപ്പങ്ങൾക്ക് പിന്നിൽ ചില സ്വാർത്ഥ ഗ്രൂപ്പുകളും രാഷ്ട്രീയ നേതാക്കളുമാണെന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. ഈ അന്തരീക്ഷം മുതലെടുത്തവർ സർക്കാരിനെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പ്രതിഷേധങ്ങളുടെ മറവിൽ വ്യവസായ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെടുന്നു. മാളുകളിലും ബാങ്കുകളിലും നാശനഷ്ടങ്ങളും കൊള്ളയടിക്കലും നടന്ന സംഭവങ്ങൾ പുറത്തുവന്നു. നേപ്പാൾ പ്രസിഡന്റിന്റെ വസതി, പാർലമെന്റ്, സുപ്രീം കോടതി, പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നിവ പ്രതിഷേധക്കാർ തീയിട്ടു. നിരവധി മന്ത്രിമാരുടെ വീടുകളും ലക്ഷ്യമിട്ടു. തെരുവുകളിൽ അവർക്ക് മർദ്ദനവും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സ്ഥിതിഗതികൾ വഷളായതോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം നേപ്പാളി സൈന്യത്തെ ഏൽപ്പിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഒരു ദിവസം മുമ്പ് പ്രധാനമന്ത്രി ഒലി സൈന്യത്തോട് സഹായം അഭ്യർത്ഥിച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ സൈന്യവും ഒന്ന് മടിച്ചു നിന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് ഇടപെടാൻ സൈന്യം വിസമ്മതിച്ചതിലും ദുരൂഹതയാണ് ഇപ്പോൾ വിദഗ്ധർ ആരോപിക്കുന്നത്. ഇതിനുശേഷം ഒലി രാജിവെക്കുകയും ഹെലികോപ്റ്ററിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.